ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. എൻ ഹൃദയം ധ്യാനിക്കുന്നോരേ, എന്നുള്ളം വാഞ്ചിക്കുന്നോരേ, എൻ സർവം ദാഹിക്കുന്നോരേ, എൻ മനസ്സിൻ ആനന്ദമേ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. പാപിയാം എന്നെയും ദൈവനീതിയാക്കി മാറ്റി, രോഗിയാം എന്നെയും പ്രിയനാക്കി മാറ്റി. പാപിയാം എന്നെയും ദൈവനീതിയാക്കി മാറ്റി, ദ്രോഹിയാം എന്നെയും നിൻ പ്രിയനാക്കി മാറ്റി. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. 4 ചെറിയ ജീവികൾ, ഇതിൽ നിന്ന് എന്ത് പറയാനുണ്ടെന്നാണല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. 4 ചെറിയ ജീവികളിൽ നിന്ന് ഇത് എന്ത് പറയാനിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കും അല്ലേ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട, ഓരോ ദിവസവും നാം അറിഞ്ഞിരിക്കേണ്ട ജീവിതത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ ഈ പ്രാണികളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന, അവരുടെ പ്രവൃത്തിയിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ചില ആത്മീയ സത്യങ്ങൾ, അതൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ 4 ജീവികളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നുവെച്ചാൽ അവരുടെ പ്രവൃത്തിയിലൂടെയാണ് ചില കാര്യങ്ങൾ, നമ്മൾ ദിവസേന ജീവിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ, ചില ആത്മീയമായ സത്യങ്ങൾ ഈ 4 ജീവികളുടെ പ്രവൃത്തിയിലൂടെ ദൈവം നമ്മളെ കാണിച്ചു തരികയാണ്. ചെറുതും ബലഹീനവുമായ 4 ചെറിയ ജീവികളിൽ നിന്ന് 4 പാഠങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യം ഇവിടെ പറയുന്നത്, ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് തൻ്റെ ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. ഉറുമ്പ് ചെറിയവും നിസാരമായ ഒരു ജീവിയാണ് അല്ലെ. ഉറുമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കൂടെ കയറി ഓടിയ ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഉറുമ്പുകൾ, കുറച്ചുകൂടെ വലുത്, പല സൈസ് ഉറുമ്പുകളുണ്ട്. എന്നാൽ ഈ ഉറുമ്പുകളിൽ നിന്നും ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അത് ബലഹീന ജാതിയാണ്, എന്നാൽ അത് വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ശേഖരിച്ചു വയ്ക്കുന്നു എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ വേനൽക്കാലത്ത് തന്നെ ആഹാരം ശേഖരിച്ചു വയ്ക്കുന്ന ഈ ജീവി മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സീസൺ വരുമ്പോൾ, മഴ വരുമ്പോൾ ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ വെള്ളം എടുത്തോണ്ടോ, എന്റെ ജീവനെ അപകടമാണെന്ന് ഈ ഉറുമ്പിനെ അറിയാം. അതുകൊണ്ടാണല്ലോ വേനൽക്കാലത്ത് തന്നെ അത് അതിന്റെ ആഹാരം ശേഖരിച്ചു വെക്കുന്നത് അല്ലേ. അപ്പൊ ഉറുമ്പിനെ നോക്കി നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? 25-ാം വാക്യത്തിൽ പറയുന്നു, ഉറുമ്പ് ബലഹീന ജാതിയാണ്, എങ്കിലും അത് വേനൽക്കാലത്ത് തന്റെ ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. ഭാവിയിലേക്കുള്ളത് ഈ ഉറുമ്പ് സ്വരൂപിച്ചു വെക്കുന്നു. ഇതാണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം. ഭാവിയിലേക്കുള്ളത് ഉറുമ്പ് ശേഖരിച്ചു വയ്ക്കുന്നു അല്ലെങ്കിൽ സ്വരൂപിച്ചു വയ്ക്കുന്നു. നമ്മുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടൊരു വേനൽക്കാലം അല്ലേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സീസൺ മാറി വരുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്താണ് നമ്മുടെ ജീവിതത്തിലെ വേനൽക്കാലം? നമുക്ക് ആരോഗ്യമുള്ള സമയം അല്ലേ, അതൊരു വേനൽക്കാലമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലേ. നമുക്ക് ജോലിയുള്ള സമയം, അതൊരു വേനൽക്കാലമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഈ നമ്മളിവിടെ ഇരിക്കുന്നവരാരും സ്ഥിരം ഒരു വരുമാനം ഉള്ളവരല്ല അല്ലെ. ഒരു ഗവൺമെന്റ് ജോലിയൊന്നും ഇവിടെ ഇരിക്കുന്ന ആർക്കുമില്ല. അപ്പൊ സ്ഥിരമായിട്ട് ഒരു വരുമാനം ഇല്ലാത്ത നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേനൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ജോലി ഉണ്ടായെന്ന് വരില്ല. ജോലി ഉള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നാം ഭാവിയിലേക്കുള്ളത് സ്വരൂപിച്ച് വെക്കണം എന്നാണ് ഈ ഉറുമ്പിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം. അപ്പൊ ഒരു വേനൽക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വേനൽക്കാലം ഇത് ആരോഗ്യമുള്ള സമയം, ജോലിയുള്ള സമയം. എന്ന് നമുക്ക് ജോലി കിട്ടിയെന്ന് വരില്ല, എന്ന് നമുക്ക് ആരോഗ്യം ഉണ്ടായെന്നും വരില്ല. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന പൈസ
നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമ്പാദ്യം അത് നമ്മൾ ദൈവത്തിന് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നും ഒരു ഭാഗം നമ്മളെടുത്ത് മാറ്റി വെക്കണം. ഇതാണ് നമ്മൾ സ്വരൂപിച്ചു വെക്കണം. നമ്മൾ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തവരായി പോകരുത്. നമ്മളുടെ ഒരു വേനൽക്കാലം മാറിയിട്ട് വേറൊരു സീസൺ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരു 10 ദിവസം നമുക്കൊരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ ഒരു 10 ദിവസം നമുക്ക് ജോലിയില്ലാതെ വന്നാൽ നമ്മൾ ആരെടുക്കുകയും ചെന്ന് കൈ നീട്ടാൻ ഇടവരരുത്. അപ്പൊ നമ്മൾ ഒരു ഭാഗം സ്വരൂപിച്ചു വെക്കണം എന്ന് വരുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നു. പണ്ട് നമ്മളെ ബൈബിൾ സ്റ്റഡി പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു, 2 കണ്ണും കണ്ടുകൂടാ. ആ സാറ് ഈ ഒരു പാഠം നമ്മെ പഠിപ്പിച്ചപ്പോഴത്തെ ഈ സാറ് പറഞ്ഞെന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ നല്ല ശമ്പളമുള്ള സാറാ, 2 കണ്ടുകൂടാ. പക്ഷെ ആ സാറ് നമ്മെ പഠിപ്പിച്ചെന്ന് ഓർക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു ഭാഗം ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിന് നമ്മൾ ദൈവത്തിന് കൊടുക്കാതെ ഒരിക്കലും നമുക്ക് സമ്പാദിക്കാൻ കഴിയില്ല. ദൈവത്തിന് നമ്മൾ കൊടുത്തില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന് മോഷ്ടിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരെയും നമ്മൾ നോക്കിയാൽ, ദൈവത്തിന് കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ ഈ സഭയിൽ തന്നെ നമുക്ക് നോക്കിയാൽ ദൈവത്തിന് കൊടുക്കുന്നവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം, പലരെയും നമുക്ക് നോക്കണം, അവര് അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അവരെ നോക്കി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവരെല്ലാവരും നന്നായല്ലോ, ഞാൻ ഇന്നും എന്തുകൊണ്ട്? ദൈവത്തിനുള്ളത് നമ്മൾ മോഷ്ടിച്ചാൽ ഒരിക്കലും നമുക്കത് ദൈവം നടത്തില്ല എന്നല്ല, ദൈവം കരുണയുള്ളവനാണ്. അതുകൊണ്ട് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ദൈവം നമ്മെ നടത്തും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരണമെങ്കിൽ ദൈവത്തിനുള്ളത് നമ്മൾ മോഷ്ടിക്കരുത്. ദൈവത്തിനുള്ളത് നമ്മൾ ദൈവത്തിന് കൊടുക്കണം. എന്നിട്ട് അതിൽ ഒരു ഭാഗം നമ്മൾ ഭാവിയിലേക്കുള്ളത് സ്വരൂപിച്ചു വെക്കണം. അത് ആ സാറ് അവരുടെ ജീവിതത്തിൽ നമ്മൾ ചെന്ന് കണ്ടാൽ, ആ സാർ ചില ദിവസങ്ങളിൽ അവരുടെ വീട്ടിൽ അവർ ഭയങ്കര നല്ല ശമ്പളമാണെങ്കിലും അത് അവരുടെ ജീവിതത്തിലും കൂടി നമ്മൾ കണ്ടതാണ്. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ കഞ്ഞിയായിരിക്കും. എന്താണ് പറയുന്നത്? സ്വരൂപിച്ച് മാറ്റിവെച്ചെന്ന് എടുക്കുക, ഉള്ളത് മതി, അന്നത്തേക്കുള്ളത് സ്വരൂപിച്ച് മാറ്റി വെച്ചിരിക്കുന്ന എടുക്കാതെ നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം കൂടി ഒരു ദിവസം ചിലരുണ്ട് കിട്ടുന്നത് അന്നങ്ങ് അടിച്ച് പൊളിച്ചങ്ങ് തീർക്കും. ഒരു കടയിൽ കയറിയ കൈ വിരിവിരിവിരിവിരായിരിക്കും, എന്തിനെടുക്കട്ടെ ഇങ്ങനെ ഇരിക്കും. ഇതല്ല ദൈവമക്കളായ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ക്രമപ്പെടുത്തണം. ദൈവം വന്ന് എല്ലാം കൂടി നമുക്ക് ഇട്ടുതരുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മളെ വരുമാനത്തിനനുസരിച്ചല്ലാതെ ഒരു പൈസ പോലും നമ്മൾ ചെലവാക്കരുത്. അതാണ് ഉറുമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കിനി അടുത്ത് നോക്കാം. സദൃശവാക്യം 6:6 മുതൽ 8 വരെ പെട്ടെന്ന് വായിക്കണം. സദൃശവാക്യം 6:6 മുതൽ 8 വരെ. ആദ്യം വിളിച്ചെന്താണ്? മടിയ എന്നാണ് വിളിച്ചല്ലേ. നമ്മൾ പലപ്പോഴും മടിയന്മാരാണ്. പലപ്പോഴും നമുക്ക് വേല ചെയ്യാൻ മടിയാണ്. ഒരു വേനൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ആരോഗ്യമുള്ള ഒരു ജീവിതം, ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അന്നൊന്നും സമ്പാദിക്കില്ല. വെറുതെ കണ്ണു അടച്ച് അങ്ങനെ അങ്ങ് ജീവിക്കും. അവസാനം കഷ്ടകാലം വരുമ്പോൾ അയ്യോ എനിക്കൊന്നും കിട്ടിയില്ലേ എന്നും പറഞ്ഞ് നമ്മൾ ദുഃഖിക്കുന്നവരാണ്. അപ്പൊ മടിയ എന്നാണ് അവിടെ നമ്മൾ വിളിച്ചു പറയുന്നത്. അപ്പൊ അതിന് ഉറുമ്പിന് നായകനില്ല, മേൽവിചാരകനില്ല, അധിപതിയില്ല. ഒന്നുമില്ലാതിരുന്നിട്ടും അവിടെ പറയുന്നതാണ് വേനൽക്കാലത്ത് തന്റെ തീൻ ശേഖരിച്ചു വെക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മള് ഇന്നത്തേക്കല്ല, നമ്മൾ നാളത്തേക്കും കൂടെ ജീവിക്കേണ്ടവരാണ്. ഇന്നുകൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല. അപ്പൊ നമ്മൾ ഉറുമ്പ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇത്. അടുത്തൊരു വാക്യം വായിക്കാം. മത്തായി 6:25 മുതൽ ഒന്ന് വായിക്കാം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മെ കുറിച്ച് നമ്മോട് പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചല്ലേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്, അല്ലെ? ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തും. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. അപ്പൊ കർത്താവ് ഇവിടെ ഉപദേശിക്കുന്ന ഈ ഉപദേശം കേൾക്കുമ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒരു വേലയും ചെയ്യാതെ ഇരിക്കണമെന്നാണ് കർത്താവിനെ കുറിച്ച് ഉപദേശിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയുമ്പോ നിന്റെ കുടുംബകാര്യങ്ങൾ നോക്കേണ്ടതാണോ കർത്താവ് പറയുന്നത്? അല്ല, മറിച്ച് നിന്റെ എല്ലാ കുടുംബകാര്യങ്ങളെല്ലാം നീ നോക്കണം. നിനക്കൊരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. ഒരു കുടുംബം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഭംഗിയായി നീ നിന്റെ കുടുംബത്തെ നോക്കണം. അത് അവിടെ കർത്താവ് അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അടുത്ത പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. കർത്താവ് ഇവിടെ ഉദ്ദേശമാക്കുന്നത് ഏതെങ്കിലും ഒരു പറവ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാക്ക കർത്താവ് എന്റെ വായിൽ കൊണ്ട് വെച്ചതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കൊമ്പിൽ ഇങ്ങനെ വായിൽ തോന്നിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും
ഒരിക്കലുമല്ല. കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്ന അതല്ല. ആകാശത്തിലെ പറവകൾ നോക്കൂ, നീ അവിടെ ഒരറ്റത്ത് കൊമ്പിൽ വായും തുറന്നിരുന്നാൽ നിനക്ക് ഞാൻ അവിടെ കൊണ്ടിട്ട് തരാമെന്നൊന്നും കർത്താവ് പറയുന്നില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മളെ ദൈവം ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. നിന്റെ എല്ലാ കുടുംബകാര്യങ്ങളും നിന്നെ എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നീ ചെയ്യണം. പക്ഷേ നീ വിചാരപ്പെടരുത്. ഈ കാര്യങ്ങളെല്ലാം നീ ചെയ്യണം. ഒരു കാക്കയും അതിന്റെ കുഞ്ഞുങ്ങളെ നോക്കാതിരിക്കുന്നില്ല. നേരം വെളുക്കുമ്പോൾ അത് പറന്നു പോകുന്നു, അതിന്റെ ആഹാരം അത് ശേഖരിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്, അത് കൂട് കെട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അതിന്റെ ഉത്തരവാദിത്വം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, നീ നിന്റെ കുടുംബകാര്യങ്ങൾ നോക്കണ്ട എന്നുള്ള അല്ല, മറിച്ച് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. 31 ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് മുമ്പേ അവന്റെ 33 മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. എന്നുവെച്ചാൽ നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ ഇവിടെ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ജീവനായിക്കൊണ്ടും വിചാരപ്പെടരുതെന്നാണ് പറയുന്നത്. നമ്മൾ ഇതെല്ലാം നമ്മൾ ചെയ്യണം, ചെയ്തിട്ടും ആകുലപ്പെടരുത്. നിങ്ങൾ വിചാരപ്പെട്ടൊന്നും ഇരിക്കരുത്. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്തിട്ട്, ദൈവം നമ്മൾ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും വിചാരപ്പെട്ട് ദുഃഖിച്ചിരിക്കരുതെന്നാണ്. ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി കർത്താവ് നമുക്ക് തരാനുള്ളതൊക്കെ തരുമെന്ന്. അല്ലാതെ ദൈവം നീ ഒരിക്കലും ജോലി ചെയ്യാതെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നല്ല കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് മത്തായി 6:19-20. മുഴുവൻ തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. മുഴുവൻ തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കും. അപ്പൊ മുഴുവൻ തുരുമ്പും കെടുക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ ഭൗതിക സമ്പത്തുകളൊക്കെ നശിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. മുഴുവൻ തുരുമ്പും കെടുക്കരുത്, നശിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ ഇന്ന് നമുക്ക് സമ്പത്ത് ദൈവം തരും. പക്ഷെ നമുക്ക് ദൈവം തരുന്ന സമ്പത്ത് ചിലപ്പോൾ ഈ സമ്പത്ത് ഇവിടെ ഇരിക്കവേ നമ്മൾ പോയെന്ന് വരും, അല്ലെ? സമ്പത്തുകളെല്ലാം ഇവിടെ ഇരിക്കും. അതല്ല എങ്കിൽ സമ്പത്ത് നമ്മൾ ഇവിടെ കണ്ടെന്ന് വരും, അല്ലെ? നമ്മളിവിടെ എന്തായിരുന്നാലും നമ്മൾ ഒരു സമയം കർത്താവിന്റെ സന്നിധിയിൽ പോയേ മതിയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കൽ. എന്താണ് സ്വർഗത്തിൽ? നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അല്ല കർത്താവ് പറയുന്നത്. ഇവിടെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിപ്പിൻ. എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നത്? നമ്മൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ ഒരു അക്കൗണ്ട് എടുത്തേക്കാം, നമുക്കൊരു അക്കൗണ്ട് സ്വർഗത്തിലേക്ക് എടുത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും അവിടെ ഒരു അക്കൗണ്ട് നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്? സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്താണ്? ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതാണ്. ദൈവ വേലയ്ക്ക് കൊടുക്കുന്നത് കർത്താവിടെ മാർക്കിടും. നമ്മൾ അറിയുന്നില്ല, നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. കർത്താവ് ചില കാര്യങ്ങളൊക്കെ നമ്മെ നോക്കി ഇങ്ങനെ മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്, ദൈവവേല ചെയ്യുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നത്, ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ചില കാരുണ്യ പ്രവർത്തനങ്ങൾ, അല്ലെ? ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുന്നത്, ഇല്ലാത്തവരെ സഹായിക്കുന്നത്, അവരെ താങ്ങുന്നത്, ഇതെല്ലാം സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, വേറൊരു സ്ഥലത്ത് പറയുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല, അല്ലേ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ ആഹാരമില്ലാതെ നിങ്ങൾക്ക് ആഹാരം തന്നില്ല. വേറെ സ്ഥലത്ത് ഞാൻ പറയും. എന്താണ് അത് പറയുന്നത്? അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എപ്പോഴാണ് രോഗിയായി ഞങ്ങൾ കണ്ടത്? നിനക്ക് എപ്പോഴാണ് വസ്ത്രമില്ലാതെ ഞങ്ങൾ കണ്ടത്? നീ എപ്പോഴാണ് നിനക്ക് ആഹാരമില്ലാതെ? അപ്പൊ കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ എളിയവരെയും ചെറിയവർക്ക് നിങ്ങൾ ചെയ്യുന്നത് എന്ത് തന്നെയായിരുന്നാൽ അത് എനിക്കാണ് ചെയ്യുന്നത്. കർത്താവ് കണക്കിടുന്നത് അതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മൾ ഓരോ പ്രവൃത്തിക്കും സ്വർഗത്തിൽ ദൈവം നമുക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപം സ്വരൂപിക്കുന്നതായിട്ട് ദൈവം കാണുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഉറുമ്പിനെ കുറിച്ച് നമ്മൾ കേട്ടല്ലേ? ഉറുമ്പിനെ കുറിച്ച് നമ്മൾ കേട്ടു. അടുത്ത നമുക്ക് ഇനി കുഴിമുയലിനെ കുറിച്ച് നോക്കാം. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജീവിയെങ്കിലും
അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ. അപ്പൊ കുഴിമുയൽ ശക്തിയില്ലാത്ത ജീവിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഈ മുയലിനെയൊക്കെ നമ്മൾ ചിലപ്പോ ചെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവന് ചത്തു എന്നൊക്കെ പറയും. അതിന് ചിലര് മിക്കവാറും അതിന്റെ ചെവിയിൽ തൂക്കിയല്ലേ എടുക്കുന്നത്. എനിക്ക് പക്ഷെ ചെവിയിൽ തൂക്കി എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ എടുക്കുമ്പോ തന്നെ നമുക്കറിയാം ഇങ്ങനെ കുഴകുഴായിരിക്കും അല്ലെ. അപ്പൊ അത് ശക്തിയില്ലാത്ത ജീവിയാണ്. പക്ഷെ എങ്കിലും അത് എവിടെ പാർപ്പിടം ഉണ്ടാക്കുന്നു? പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നതാണ്. എന്താണ്? ഒരു അഭയസ്ഥാനം. ആ കുഴിമുയൽ അത് കണ്ട അതിന് ശക്തിയില്ല. അപ്പൊ അത് എവിടെയെങ്കിലൊക്കെ നിന്നാൽ ശത്രു അതിനെ ഉപദ്രവിക്കും. അപ്പോൾ അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. അത് തനിക്ക് വേണ്ടി ഒരു അഭയസ്ഥാനം കണ്ടെത്തുകയാണ്. പാറ എവിടെയെങ്കിലും ഒരു പാറയുടെ ഒരു ചെറിയ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും ഒരു ചെറിയ ദ്വാരം കണ്ടാൽ ഒരു പക്ഷെ അത് അതിനകത്ത് കയറിയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ അകത്ത് വേറെ ഒന്നിനും കയറി ചെല്ലാൻ പറ്റൂല. ഒരു ചെറിയ പാർപ്പിടം അവന് കിട്ടിയാൽ അതിനകത്ത് കയറി ശത്രുക്കളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് കയറിയിരിക്കും. പക്ഷെ അതിന് മാത്രമേ അത് കയറാൻ പറ്റുള്ളായിരിക്കും. വേറെ ഒന്നിന് കയറി അതിനെ ഉപദ്രവിക്കാൻ പറ്റിയില്ലെന്ന് വരും. അപ്പൊ അവിടെ എന്താണ് നമ്മെ അത് പഠിപ്പിക്കുന്നത് വെച്ചാൽ ഒരു അഭയസ്ഥാനം. അതിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു അഭയസ്ഥാനം നമ്മളും കണ്ടെത്തണം. സങ്കീർത്തനം 7:1. ഒരു അഭയസ്ഥാനം എവിടെയാണ് കണ്ടെത്തുന്നത്? എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. അപ്പൊ നമ്മളൊരു അഭയസ്ഥാനം എവിടെയാണ് കണ്ടെത്തേണ്ടത്? നമ്മുടെ ദൈവമായ യഹോവയിലാണ്. കുഴിമുയൽ ആ പാറയിൽ പാർപ്പിടം ഉണ്ടാക്കിയപ്പോൾ അതിനറിയാമായിരുന്നു ഇതിനകത്ത് വന്ന് എന്നെ ഒരു ശത്രുവും തൊടുകയില്ല എന്ന് ആ കുഴിമുയലിന് അറിയാമേ. അതുപോലെ നമുക്ക് ദൈവം അതിൽ നിന്ന് തരുന്ന പാഠം എന്തെന്ന് വെച്ചാൽ, എന്റെ ദൈവമായ യഹോവയെ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. അപ്പൊ നമ്മൾ എവിടെയാണ് നമ്മൾ അഭയസ്ഥാനം കണ്ടെത്തേണ്ടത്? നമ്മുടെ ദൈവമായ കർത്താവിലാണ്. ആ കർത്താവിലാണ് നമ്മൾ ആയിരിക്കുന്നെങ്കിൽ ഒരു ശത്രുവും നമ്മെ തൊടുകയില്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ ശത്രുവിന്റെ ഉപദ്രവമൊക്കെ നമ്മെ ഏൽക്കുന്നത്? നമ്മൾ അവന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ്. കർത്താവിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ ഒരു ശത്രുവിനും ദൈവം നമ്മെ വിട്ടുകൊടുക്കില്ല. അതാണ് പറഞ്ഞത്, എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അടുത്ത സങ്കീർത്തനം 18:2. അതാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. എന്റെ ബലം അല്ലെ, യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന. നാം ആരെയാണ് ശരണമാക്കേണ്ടത്? നമ്മുടെ നല്ല കാലത്ത് നമ്മൾ ഏത് എല്ലാം വരും നമ്മുടെ ജീവിതത്തിൽ. ഒരു നല്ല കാലം വന്നെന്ന് വരും, ഒരു ചീത്തകാലം ഒക്കെ വന്നെന്ന് വരാം. പക്ഷെ അപ്പോഴൊക്കെയും നാം ശരണമാക്കേണ്ടത് എവിടെയാണ്? ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും. ആ സങ്കീർത്തനക്കാരന് അറിയാം, ഈ പാറയിൽ ശരണം പ്രാപിച്ചാൽ അവിടെ നിന്ന് എന്നെ ഒരു ശക്തിക്കും അകറ്റിക്കൊണ്ടു പോകുവാനോ എന്നെ ഉപദ്രവിക്കുവാനോ എന്നെ വേട്ടയാടുവാനോ കഴിയില്ലെന്ന് സങ്കീർത്തനക്കാരനറിയാം. നമ്മളും ഈ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. അപ്പൊ നമ്മൾ അഭയസ്ഥാനം കണ്ടെത്തേണ്ടത് ഏത് സാഹചര്യത്തിലും. ഒരിക്കലും നമ്മൾ മനുഷ്യരിൽ ആശ്രയം വെക്കരുത്. ഇന്ന് നമ്മെ സ്നേഹിക്കുന്ന മനുഷ്യൻ നാളെ നമ്മളെ കൂടെ കണ്ടെന്ന് വരികില്ല. എത്ര സ്നേഹിക്കുന്ന അച്ഛനായിരുന്നാലും, എത്ര സ്നേഹിക്കുന്ന അമ്മയായിരുന്നാലും, എത്ര സ്നേഹിക്കുന്ന ഭർത്താവായിരുന്നാലും, മക്കളായിരുന്നാലും, എവരൊക്കെയും നമ്മെ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരും തീർച്ചയായും. എന്തെന്ന് വെച്ചാൽ ഇത് കർത്താവ് നമ്മെ വേറെ ഒന്നിനുമല്ല, അവരൊക്കെ നമ്മളെ അങ്ങനെ ദൈവം അനുവദിക്കുന്നതാണ്. ദൈവം അനുവദിക്കാതെ ഒന്ന് എന്തിനെന്നറിയാമോ? ദൈവം അതിനെ അനുവദിക്കുന്നത്, മക്കളെ, എന്നെ പോലെ നിങ്ങളെ ആരും കരുതില്ല, എന്നെ പോലെ നിങ്ങളെ ആരും ചേർത്ത് പിടിക്കില്ല. ഇത് നമ്മെ മനസ്സിലാക്കിച്ചു തരാൻ വേണ്ടിയാണ്. അല്ലാതെ അവരാരും ദോഷമുള്ളവരായിട്ടോ ഒന്നുമല്ല. കർത്താവിന് ഇത് നമ്മെ പഠിപ്പിക്കണം. എന്നെ പോലെ ഒരു ഭർത്താവും ഒരു ഭാര്യയും ഒരു മക്കളും ഒരു അച്ഛനും അമ്മയും നിങ്ങളെ കരുതില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കാനായിട്ടാണ് അങ്ങനെയുള്ള ചില സാഹചര്യം. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും നമ്മൾ അഭയസ്ഥാനം കണ്ടെത്തേണ്ടത് നമ്മുടെ കർത്താവിലായിരിക്കണം. 91:2 യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറഞ്ഞു. അവനായിരിക്കണം നമ്മുടെ സങ്കേതം, അവനായിരിക്കണം നമ്മുടെ കോട്ട. നമ്മൾ അവനിലായിരിക്കണം ആശ്രയം വെക്കേണ്ടത്. നമ്മുടെ ആശ്രയം ഒരു മനുഷ്യരിലും പോകരുത്. ഇന്ന് ചിലപ്പോൾ പലരും നമ്മെ സഹായിക്കാനുണ്ടെന്ന് വരാം. എന്നെ ഒരാൾ സഹായിക്കുമ്പോൾ ഞാൻ പറയാം, അയ്യോ അവരാണ് എന്നെ സഹായിച്ചത് എൻ്റെ കഷ്ടകാലത്ത്. ഞാൻ പലരും കേട്ടിട്ടുണ്ട്.
അവരാണ് എൻ്റെ കഷ്ടകാലത്ത് എന്നെ സഹായിക്കുക. അവർ കഷ്ടകാലം ദൈവം അനുവദിക്കാതെ നമ്മുടെ കഷ്ടകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നമ്മെ സഹായിക്കില്ല. എൻ്റെ അമ്മ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അയൽക്കാരെന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അവരെ ഏൽപ്പിച്ച് സഹായിക്കാൻ അവരെ അനുവദിച്ചതാണ് എന്ന് വിചാരിച്ച് നമ്മുടെ അഭയസ്ഥാനം എപ്പോഴും നമ്മുടെ കർത്താവിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ അഭയസ്ഥാനം മാറിപ്പോകരുത്. അപ്പൊ നമ്മള് ഇവിടെ പഠിച്ചത് വെട്ടുക്കിളിയെ കുറിച്ച് നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. വെട്ടുക്കിളിക്ക് രാജാവില്ല, എങ്കിലും അവയൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. ഈ അണിയണിയായി പുറപ്പെടുന്നു എന്ന് ദൈവവചനത്തിൽ നമ്മെ പഠിപ്പിക്കുക എന്തെന്നറിയാമോ? വെട്ടുക്കിളി ഒറ്റയ്ക്ക് നടക്കില്ല, അത് അണിയണിയായി പുറപ്പെടുക. ഒരു ഐക്യത, ഒരു സ്നേഹബന്ധം, ഒരു കൂട്ടായ്മ. എവിടെയായിരിക്കണം നമ്മളെ കൂട്ടായ്മ, നമ്മുടെ ഐക്യത? എല്ലാവരും നമുക്കുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും ഉണ്ട്. അവരെയൊക്കെ നമ്മൾ കരുതണ്ടെന്നല്ല, അവരെയൊക്കെ നമ്മൾ നോക്കണം, എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം, എല്ലാം ചെയ്യും. പക്ഷേ നമ്മൾ ഐക്യമായിട്ട് നിൽക്കേണ്ടത്, ദൈവമക്കൾ ഐക്യതയോടെ നിൽക്കുക, ആ ഒരു കൂട്ടായ്മയിലായിരിക്കണം. ദൈവമക്കൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം, ഒരു ഐക്യത. എന്തെന്നാൽ അവിടെയാണ്, അതിനകത്താണ് ദൈവമുള്ളത്. മറ്റിടത്ത് ദൈവമില്ല. ദൈവമുള്ളത് ഈ ദൈവീയ കൂട്ടായ്മയ്ക്കകത്താണുള്ളത്. അപ്പോൾ നമ്മൾ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഒരു ഐക്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ ഐക്യത അണിയണിയായി, വെട്ടുക്കിളിക്ക് രാജാവില്ല, എങ്കിലും അത് അണിയണിയായി, അവരൊക്കെയും അണിയണിയായി പുറം. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ഐക്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. റോമർ 12:16 എന്ന് വായിച്ചു നോക്കാം. അല്ല, അതിന് മുമ്പായിട്ട് എഫേസ്യർ 4:3 ആദ്യം വായിക്ക്. ഒരാൾ റോമർ 12:16 എടുത്തു വെക്കും. എഫേസ്യർ 4:3 ആദ്യമായി. അന്യോന്യം, നമ്മളാരും എല്ലാം തികഞ്ഞവരല്ല, അല്ലേ? ആരും എല്ലാം തികഞ്ഞവരാരും ഇവിടെ ഇരിപ്പില്ല, അത് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറവുണ്ട്, എല്ലാവർക്കും പരസ്പരം. ഈ കുറവും ചൂണ്ടിക്കാട്ടിയിട്ട് എനിക്കൊരു വ്യക്തിയെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഐക്യത ഉണ്ടായിരിക്കണം എന്നാണ് ഇത് നമ്മൾ പഠിക്കുക. ഇവിടെ എന്താണ് പറയുന്നത്? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പണം. അല്ലെ മോളെ, ഒന്ന് വായിച്ച്, ഞാൻ എടുത്തില്ല. അന്യോന്യം പൊറുക്കയും കാപ്പാൻ ശ്രമിക്കുക. അപ്പൊ അന്യോന്യം പൊറുക്കണം, നമുക്ക് എല്ലാവരെക്കാളും. പക്ഷെ കർത്താവ് പറയുന്നവരാണ് ക്ഷമിക്കണം. നിങ്ങൾ പരസ്പരം ക്ഷമിക്കണം. ക്ഷമിക്കാതിരുന്നാൽ ആർക്കാ കുറ്റം? ഞാൻ ലിജുവിനോട് ക്ഷമിച്ചില്ല, ലിജുവിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, എനിക്കാ കുഴപ്പം. എൻ്റെ ആത്മീയ ജീവിതത്തിനാ എനിക്കാണ് കുഴപ്പം. അപ്പോൾ നമ്മൾ ദൈവവചനം പറയുന്നു, നമ്മൾ അന്യോന്യം ക്ഷമിക്കണം. ക്ഷമയില്ലാത്തടത്ത് ഒരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഒരു വ്യക്തിയും ക്ഷമ നമുക്കില്ലെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് വിചാരിക്കേ വേണ്ട. അതുകൊണ്ട് ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ അന്യോന്യം ക്ഷമിക്കണം. എന്ത് കുറവാണ് കർത്താവ് നമ്മളോട് ക്ഷമിച്ചത്? എങ്ങനെയാ? നമ്മുടെ ജീവിതത്തിൽ കുറവില്ലാത്തത് കൊണ്ടാണോ കർത്താവ് നമ്മളെ രക്ഷിച്ചത്? കർത്താവ് നമ്മെ കുറവോടുകൂടിയാണ് നമ്മെ സ്നേഹിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കൂട്ടു സഹോദരനോ സഹോദരിയോ അവരുടെ ജീവിതത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് എന്ന് എനിക്ക് പറയാം. ബാബുവിൻ്റെ അടുത്ത് എനിക്ക് ബാബു എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു വിഷമമായി കേട്ടാ, പറഞ്ഞങ്ങ് തീർക്കണം. അപ്പോഴേ പറഞ്ഞങ്ങ് തീർക്കണം, പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് അന്യോന്യം പറയാം, പക്ഷെ അത് വേറൊരാളുടെ അടുത്തല്ല പറയേണ്ടത്, നേരിട്ട് ചെന്ന് സ്നേഹത്തോടെ നമുക്ക് പറയാം. എന്നിട്ട് രണ്ടുപേരും പരസ്പരം കൈകൊടുത്ത് വീണ്ടും ക്ഷമിച്ച് മുമ്പോട്ട് പോകണം. അതാണ് അന്യോന്യം ക്ഷമിച്ചിട്ട് ആത്മാവിലൊരു ഐക്യത ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആത്മാവിൽ ഐക്യതയോടെ നമ്മൾ ജീവിക്കണം എന്നാണ് നമ്മുടെ കർത്താവ് നമ്മെ റോമർ 12:16 വായിക്കും. അപ്പൊ തമ്മിൽ ഐകമത്യമുള്ളവരായി, രണ്ടാമത് പറയുന്നത് എന്തിനാണ്? വലിപ്പം ഭാവിക്കരുത്. നമ്മൾ ആരും വലിപ്പം ഭാവിക്കരുത്. ചിലപ്പോഴൊക്കെ നമ്മളെ ഹൃദയത്തിലുള്ള നിഗളങ്ങളൊക്കെ കയറി വരും. എന്നറിയാമോ? ഞാൻ പണമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് കഴിവുകളുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഉന്നത ഭാവം വരും. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിപ്പം കാണിക്കരുത്, എളിയവരോട് ചേർന്ന് കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം എന്തിനാണ്? വലിപ്പം ഭാവിച്ച് നമ്മൾ മാറി നിൽക്കാനല്ല, എളിയവരോട് ചേർന്ന് കൊള്ളണം. അതാണ് കർത്താവിന്റെ ഇഷ്ടം. കർത്താവ് എപ്പോഴും, കർത്താവ് കൂടെ കൊണ്ടു നടന്ന ആരെയൊക്കെയാണ്? മീൻ പിടിക്കുന്നവരെയും, അല്ലേ, മറ്റേ കുഷ്ഠരോഗികളെ, പാവികളെ ഒക്കെ അല്ലേ കർത്താവ് കൊണ്ടുവരുന്ന. കർത്താവിന്റെ ഇഷ്ടം ഇന്നും എളിയവരോട് ചേർന്ന് കൊള്ളണം.
നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒരു കഷ്ടതയോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ വന്നാൽ അവരെ നമ്മൾ ആശ്വസിപ്പിക്കണം, അവരെടുത്ത് നമ്മൾ പോകണം, അവരെ ചെന്ന് കാണണം. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. ഇത് നമ്മുടെ കൂട്ടത്തിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവ് പറഞ്ഞ ആ വാചകം നമ്മൾ ഓർക്കണം. അവരെ പോയി കാണുക, അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് കർത്താവിന്റെ ഇഷ്ടമുള്ള ഒരു കാര്യം. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാതിരിക്കാം, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കും. കർത്താവ് ഒന്നും ഉടനെ അടിയൊന്നും തരൂല്ല. പക്ഷെ ദൈവ ഇഷ്ടം നമ്മെക്കുറിച്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളത് എളിയവരോട് ചേരണം. തമ്മിൽ വലിപ്പഭാവിക്കരുത്. എളിയ തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. നിഗളഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ഉടനെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിഗളഭാവം വരുന്നു, കർത്താവേ ഇതൊന്ന് മാറ്റി, ദൈവമേ എനിക്കൊന്ന് മാറ്റാൻ നീ കൃപ തരണമേ. ദിവസങ്ങളിൽ ഉടനെ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ നിഗളം വരുമ്പോൾ ഉടനെ നമ്മൾ പ്രാർത്ഥിച്ചോളണം, കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ഇതാ ഒരു നിഗളം, അത് മാറ്റി തരണമേ കർത്താവേ, എനിക്കൊന്ന് താഴ്മ ധരിക്കണം അപ്പ എന്ന് നമ്മൾ ഉടനെ കർത്താവിനോട് പ്രാർത്ഥിച്ചോണം. അപ്പൊ തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളണം. ഇതാണ് വെട്ടുക്കിളിയിൽ നിന്നും നമ്മൾ ഐക്യത. ഈ ഒരു ഐക്യതയെ കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കണം. അതാണ് നമുക്ക് അവിടെ ചെല്ലാനുള്ള ഒരു വഴി. അവിടെ നിക്ഷേപം സ്വരൂപിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാം ഇവിടെ അങ്ങ് എല്ലാം തീരും. പക്ഷെ ആ സ്വർഗത്തിൽ സ്വരൂപിക്കുന്ന നിക്ഷേപമാണ് എന്ന് നമുക്ക് നിലനിൽക്കുന്ന നിക്ഷേപം. രണ്ടാമത് കുടുംബനെ പഠിച്ചത് അഭയസ്ഥാനം നമ്മൾ സ്വർഗത്തിൽ കണ്ടെത്തണം. നമ്മുടെ അഭയസ്ഥാനം നമ്മുടെ കർത്താവായ യേശുവിൽ കണ്ടെത്തി നമ്മൾ അവനിൽ ആശ്രയിച്ച് അഭയസ്ഥാനം നമ്മൾ അവനിൽ കണ്ടെത്തണം. അതാണ് രണ്ടാമത് കുഴിമുയലിലൂടെ നമുക്ക് പഠിക്കുന്ന പാഠം. മൂന്നാമത് വെട്ടുക്കിളിയെ പോലെ അത് അണിയണിയായി പുറപ്പെടുന്നു. ഈ അണിയണിയായി പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഐക്യത, ദൈവമക്കൾ തമ്മിൽ പരസ്പരം സ്നേഹബന്ധത്തിലും ഐക്യതയിലും തമ്മിൽ വലിപ്പഭാവിക്കാതെ എളിയവരോട് ചേർന്ന് നമ്മൾ ഐക്യതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് ദൈവസന്നിധി താണിരുന്ന് അവൻ നമ്മെ കാണുന്ന ഒരു ദൈവമാണ്. അവന്റെ കണ്ണ് നമ്മൾ എവിടെ പോയി വിളിച്ചാലും അവന്റെ കണ്ണ് മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ, താഴ്മയോടെ, ഐക്യതയോടെ, സ്നേഹത്തോടെ, കൂട്ടായ്മയോടെ എല്ലാം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ കർത്താവ് വരുമ്പോൾ നമ്മെ ചേർത്തുകൊള്ളും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.